ലോക ഒരു ലേറ്റ് റിവ്യൂ ആണ്. കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇതിനൊക്കെ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനു പറയാനാ? അത് പടം കണ്ടവർക്കറിയാം. ഇനിയും പടം കാണാത്തവരുണ്ടെങ്കിൽ അടുത്തുള്ള നല്ല തിയേറ്റർ ഏതാന്ന് വെച്ചാ അങ്ങോട്ട് വിട്ടോ. മാരക എക്സ്പീരിയൻസാ. വെറുത്ത് വച്ചെന്നും പറഞ്ഞ് ഈ പടത്തെ അങ്ങനെ ഒതുക്കുന്നില്ല. അതിനൊക്കെ അപ്പുറത്ത് ചില സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ഇന്ത്യൻ സിനിമയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാവുന്ന ഒരു ടീം വർക്കിൽ വന്ന പടമാണ് ലോക. ഡയറക്ഷൻ ഡൊമിനിക് കാരൂൺ, തരംഗത്തിന്റെ ഒക്കെ DOP നിമിഷ് രവി, ആർട്ട് ബംഗ്ലാൻ. ഈ ആർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കന്നഡ സിനിമകളിൽ പോലും ബാംഗ്ലൂർ സ്ട്രീറ്റ് ഒക്കെ ഇത്ര ഈസ്തറ്റിക്കലായിട്ട് കണ്ടിട്ടില്ല. ഈ ഹോങ്കോങ് സ്ട്രീറ്റ് ഒക്കെ പോലെ ബാംഗ്ലൂരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ഈ ഒരു ആർട്ടിൽ ആ സിനിമാറ്റോഗ്രഫി കൂടി വരുമ്പോൾ നമ്മൾ കാണുന്ന ഓരോ ഫ്രെയിമും ഉണ്ടല്ലോ, ഒരു മലയാള സിനിമയാണ് ഇതെന്ന് തോന്നത്തില്ല. സംതിങ് ഹ്യൂജ്. എഡിറ്റിംഗ് ചമാൻ ചാക്കോ. ഒരു പടത്തിന് കളർ ഗ്രേഡിംഗ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് ഈ ഒരു പടത്തെ ഒരു സ്റ്റഡി മെറ്റീരിയൽ ആക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഈ പടത്തിലുണ്ട്. ഇതിന്റെ കളർ ഗ്രേഡിംഗ് ഒക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇനി മ്യൂസിക് ജേക്സ് ബിജോയ് കത്തിച്ചു വിടലായിരുന്നു. അങ്ങനെ മലയാളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു പടം ചെയ്ത DQ നിങ്ങൾ പുലിയാണ്. സമ്മതിച്ചേ പറ്റൂ. നമ്മൾ മലയാളികൾ പണ്ട് മുതലേ കേട്ട് വളർന്ന മിത്തായിട്ടുള്ള കഥകളൊക്കെ എടുത്ത് മാർവൽ ഒരു പടം എടുത്താൽ എങ്ങനെ ഇരിക്കും? അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് നോക്കിയാൽ അതുപോലൊക്കെയാണ്. ഈ പടത്തിന്റെ ഫാന്റസിയേക്കാൾ മികച്ചു നിന്നത് അതിന്റെ തിരക്കഥ തന്നെയായിരുന്നു. നാഗശ്വിൻ കൽക്കി ചെയ്തതിന്റെ മറ്റൊരു വെർഷൻ. മലയാളികൾ കേട്ട് വളർന്ന പഴയ കെട്ടുകഥകളെ യാഥാർത്ഥ്യമാക്കി അതിൽ നിന്നൊരു സൂപ്പർ ഹീറോ കൺസെപ്റ്റ്, അതും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്. 30 കോടി എന്ന നമ്പറിൽ ഈ ലെവൽ ക്വാളിറ്റിയിൽ ആരും എടുക്കാൻ പഠിക്കുന്ന ഒരു സബ്ജക്ട് ഈ ലെവലിൽ എടുത്തു വെക്കണമെങ്കിൽ ഡയറക്ടർ സാർ ഒരു സംഭവമാണ്. ഒരു സ്ത്രീ കഥാപാത്രത്തിന്റെ ലീഡിൽ ഒരു സൂപ്പർ ഹീറോ സബ്ജക്ട്, അതിൽ പല വൻ സർപ്രൈസ് ക്യാമിയോകൾ. ഇന്ത്യയിലെ ഫീമെയിൽ ലീഡ് സിനിമകളുടെ ടോപ്പ് പൊസിഷനിൽ ഈ പടം ഉണ്ടാവുമെന്ന് ഉറപ്പാ. പറയാതിരിക്കാൻ പറ്റത്തില്ല. കല്യാണി പ്രിയദർശനൊക്കെ ഗോഡ് മോഡാ. കാരിയർ ബെസ്റ്റ്. ഈ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവമാണ്. ഇനി പറയാനുള്ളത് കുറച്ച് സർപ്രൈസുകളെ കുറിച്ചാ. വേ ഫാറർ സിനിമാറ്റിക് യൂണിവേഴ്സ്. ഇതിന്റെ ഭാഗമായി ലോക ചാപ്റ്റർ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അവരെല്ലാം ഈ പടത്തിലുണ്ട്. എന്റെ അഭിപ്രായത്തിൽ വേൾഡ് ബിൽഡിംഗിൽ LCU മുകളിലാണ് WCU. അപ്പോ ലോക കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഈ ഓണത്തിന് ഇതിലും നല്ലൊരു തിയേറ്റർ ഓപ്ഷൻ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പടം ഇതുവരെ കാണാത്തവർ പടം കാണാൻ പോകുന്നെങ്കിൽ പടം തീർന്നെന്നും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി പോകാതിരിക്കുക. രണ്ടാമതൊരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കൂടിയുണ്ട്. അതാണ് ലോക ചാപ്റ്റർ 2. ചാത്തന്മാർ വരും. ലോകയുടെ ഒരു ഡീറ്റെയിൽഡ് സ്പോയിലർ റിവ്യൂ കൂടി ചെയ്യുന്നതായിരിക്കും.